ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തമിഴ്നാട്ടിലൊരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ നമ്മളൊരു ബന്ധുവിൻ്റെ കല്യാണം തന്നെയാണ്. സതീശേട്ടൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ കല്യാണമാണ്. അപ്പം നമ്മൾ കല്യാണത്തിന് മാത്രം കൂടിയിട്ട് വീട്ടിൽ പോകാൻ നമ്മളുടെ പ്ലാനാണ്. കാരണം അബിക്കുട്ടൻ ഇന്ന് സ്കൂളുണ്ട്, അബിക്കുട്ടൻ എക്സാമാണ്, അതുകൊണ്ട് ആണ് ലീവ് എടുക്കാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നേനെ. അപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിയുമ്പോൾ എക്സാം കഴിയും. അപ്പോൾ സൈഷേട്ടൻ പോയി കൂട്ടിയിട്ട് വരാനുള്ള പ്ലാനാണ്. അപ്പോൾ എനിക്ക് അബിക്കുട്ടില്ലാത്തതുകൊണ്ട് നല്ല ഒരു ബോറടിയായിരുന്നു, ഞാൻ മാത്രമായിരുന്നു. അങ്ങനെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചടങ്ങുകളൊക്കെയാണ് നമ്മുടെ തമിഴ്നാട്ടിലെ കല്യാണത്തിന്. ആദ്യം പെണ്ണിനെ പന്തലിലിരുത്തിയിട്ട് കുറേ ചടങ്ങ് കഴിഞ്ഞിട്ട് പെണ്ണിനെ ഡ്രസ്സിങ് റൂമിൽ കൊണ്ടുപോകും. അടുത്ത ചെറുക്കനെ എടുത്തിട്ട് മാലയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് പൂജകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലാണ് തമിഴ്നാട്ടിലെ കല്യാണം കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ പോരുന്ന് വീഡിയോ പിടിക്കുകയാണ്. ഇത് ഞങ്ങളൊരു ചിട്ടയാണ്. അപ്പോൾ ഞാൻ അബിക്കുട്ടനില്ലാത്തതുകൊണ്ട് ബോറടിച്ചിങ്ങനെ നിൽക്കുവാണ്. കുറച്ച് കഴിയുമ്പോൾ അബിക്കുട്ടനെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ യാഗമൊക്കെ ഉണ്ട് നമ്മുടെ ആ മണ്ഡപത്തിൽ. തീയൊക്കെ ഇട്ടിട്ട് യാഗമൊക്കെ ഉണ്ട്. പിന്നെ തേങ്ങയിൽ നമ്മുടെ താലിമാല വെച്ചിട്ട് എല്ലാവരെ കൊണ്ടും തൊഴുതിച്ചിട്ട് തേങ്ങ തിരിച്ച് താലിമാലയായിട്ട് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് തമിഴ്നാട്ടിലെ കല്യാണത്തിന്. അത് കഴിഞ്ഞിട്ട് പെണ്ണിനെ വീണ്ടും പന്തലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് താലി കെട്ടുന്നത്. പിന്നെ നമ്മുടെ ബന്ധുക്കാരെ കുറേ പേരെ കണ്ടുകൊണ്ട് പോയി. എനിക്ക് അങ്ങനെ ആരെന്നൊന്നും നമ്മളെ അറിയത്തില്ല, എന്നിരുന്നാലും പരിചയമുണ്ട്. പിന്നെ എന്താ പറയുക, അടിപൊളിയായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ നോക്കി കല്യാണമൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ കല്യാണത്തിനായിരുന്നു നമ്മളെ ബന്ധുക്കാരും നമ്മൾക്കെല്ലാം അറിയാവുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ജോളിയായിട്ട് കല്യാണം ആഘോഷിക്കാം. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ചേട്ടൻ്റെ ബന്ധുക്കളാണ്. എനിക്ക് അധികം ആൾക്കാരൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഒറ്റ ആയിട്ടങ്ങ് ഇരിക്കുമായിരുന്നു ഞാൻ. ഒരുപാട് നേരമുണ്ട് കേട്ടോ അവരുടെ ചടങ്ങുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ബോറടിച്ചിങ്ങനെ ഇരിക്കുവാണ്. കാരണം അങ്ങനെ എനിക്ക് കൂട്ടൊന്നും ആദ്യം ആരും കിട്ടിയില്ല, പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് അബിക്കുട്ടനെ ഞാനിങ്ങനെ കാത്തിരിക്കുക. അബിക്കുട്ടനുണ്ടെങ്കിൽ എനിക്ക് അവൻ കൂടെ നടക്കും. അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിൽ എല്ലാവരും താലിയിട്ട് കഴിഞ്ഞു, വരം വയ്ക്കുവാണ്. അപ്പോൾ ബന്ധുക്കളെല്ലാം കൂടെ വലം വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു. അത് അവരുടെ ബന്ധുക്കാരുടെ കുട്ടികളെ തന്നെ ഡാൻസ്. പിന്നെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ളും തമിഴ് പാട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കാണുവാണ്. അത് കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണും ഇറങ്ങേണ്ട സമയമായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഇരിക്കുവാണ്. അപ്പോഴത്തേക്ക് അബിക്കുട്ടൻ വന്നു. അപ്പോൾ ചോറെല്ലാം എല്ലാവരും സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് പന്തിയിലാണ് ഞാൻ അബിക്കുട്ടനെ സൈഷണ്ണൻ കൂട്ടിയിട്ട് വന്ന് ഞങ്ങൾ ചോറ് കഴിക്കായിരുന്നത്. സൈഷണ്ണൻ അപ്പോൾ തന്നെയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ തന്നെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അടിപൊളി സദ്യയൊക്കെ നമ്മുടെ കേരളത്തിലെ കണക്ക് തന്നെ. പിന്നെ പായസം എന്ന് വെച്ചാൽ നമ്മുടെ പരിപ്പ് പായസമായിരുന്നു. പിന്നെ ഭരണസല്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അബിക്കുട്ടനെ കണ്ട സന്തോഷത്തിൽ ഞാൻ ഹാപ്പി ആയിട്ട് നടക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബന്ധുക്കളൊക്കെ വന്ന് പറഞ്ഞു, കല്യാണത്തിൻ്റെ അവർ പറഞ്ഞു നമുക്ക് വീട് കാണാനും പോകണമെന്ന്. അപ്പം ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല, കാരണം കല്യാണത്തിനിട്ട ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീട് അടുത്ത് തന്നെയാണ് കേട്ടോ, അടുത്ത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങളിങ്ങനെ നിൽക്കുമെന്ന്. അപ്പോൾ ഇതാണ് ആ സ്ഥലങ്ങളൊക്കെ. ഇത് പെണ്ണിൻ്റെ വീടാണ്. അപ്പോൾ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ വേറെ ഡ്രസ്സൊന്നും എടുത്തിരുന്നില്ല, അതേ ഡ്രസ്സിൽ തന്നെ ഇനി പിന്നെ മറുവീട് കാണാൻ പോകുമല്ലോ ചെറുക്കൻ്റെ വീട്ടിൽ. അങ്ങനെ പോകാനായിട്ട് പ്ലാനാണ്. ചെന്ന് കയറിയപ്പോൾ 2 പപ്പി കുട്ടികൾ, സൂപ്പർ പപ്പി കുട്ടികൾ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എല്ലാം റെഡിയായി പെണ്ണിനെ കൊണ്ടുപോയി വീട്ടിലേക്ക് പോകാനായിട്ട്. എല്ലാവരും ഭയങ്കര മേക്കപ്പിലൊക്കെയാണ്. അങ്ങനെ ഞാനും റെഡിയായി. അപ്പോൾ അബിക്കുട്ടനെ ഒരുക്കി ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അതേ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരുന്നത്. എന്നിട്ട് ഞങ്ങളിങ്ങനെ പോകാനായിട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ നമ്മുടെ കല്യാണത്തിന് ഒരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിടണം കേട്ടോ. ഒരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിടണം കേട്ടോ. കട്ടിലെ ബെഡ് സഹിതം വീട്ടിലേക്ക് പാത്രങ്ങളെല്ലാം കൊടുത്തു വിടണം. ഇത് എല്ലായിടത്തും ആ ചടങ്ങുള്ളതാണ് ഈ തമിഴ്നാട്ടിലെ മൊത്തത്തിൽ. അപ്പോൾ വീട്ടിലുള്ള വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, കട്ടിൽ, ബെഡ്, വീട്ടു സാധനങ്ങളെല്ലാം കൊണ്ടുപോകണം. അങ്ങനെ ഞങ്ങൾ രാത്രി ബസ്സിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ പറ്റത്തില്ല, എന്നിരുന്നാലും പതുക്കെ ഇങ്ങനെ എല്ലാവരും നല്ല കെയറിങ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിലെത്തി.
പെണ്ണെ കൊണ്ടുപോയ വീട്ടിലെത്തി. അപ്പോൾ പെണ്ണിൻ്റെ അമ്മ കുടംവെള്ളമായിട്ടൊക്കെയാണ് ചെന്ന് കയറേണ്ടത്. അപ്പോൾ സാധനങ്ങളൊക്കെ കൊടുത്ത് അകത്തേക്ക് വെക്കുകയാണ്. അപ്പം ചെന്നപ്പോൾ തന്നെ കോലമൊക്കെ വരച്ചിട്ടേക്കുന്നു. വീട് കാണാനായിട്ട് ഇങ്ങനെ കയറിയപ്പോൾ തന്നെ നല്ല തിരക്ക്. അപ്പോൾ ആ തിരക്കിൽ എൻ്റെ വയറെല്ലാം ഇടിച്ചിടുമെന്ന് തോന്നി. അതുകൊണ്ട് ഞാനിങ്ങ് പുറത്തിറങ്ങി കേട്ടോ. വീട് കാണാൻ നല്ല ഭംഗിയുള്ള വീടാണ്, ചെറുക്കൻ്റെ വീട്. അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു. അങ്ങനെ ഞാനും അബിക്കുട്ടനും ഇങ്ങ് വെളിയിലിറങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് ഒരു കസരട്ട് വെളിയിലിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കല്യാണം നടന്ന ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് രാത്രിത്തെ റിസപ്ഷൻ വെച്ചിരുന്നത്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീണ്ടും ആ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു കേട്ടോ. രാത്രി ആയപ്പോഴത്തേക്കും ഫുഡ് ബിരിയാണി ആയിരുന്നു. ബിരിയാണി അല്ല, ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാനും അബിക്കുട്ടന് പിന്നെ ഞങ്ങളെ ഒരു ഞങ്ങളുടെ ചിട്ടിയാരുടെ മോളുടെ എല്ലാവരുമായിട്ട് ഞങ്ങളിങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ നല്ല ഫ്രൈഡ് റൈസ് ആയിരുന്നു രാത്രി. പിന്നെ പൈനാപ്പിൾ ഞാൻ കഴിച്ചില്ല, എനിക്ക് കഴിക്കില്ലല്ലോ. അപ്പോൾ ഞാനത് മാളിന് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് രാത്രി ഫുഡെല്ലാം കഴിച്ചിട്ട് പായസം ഉണ്ടായിരുന്നു. പായസം ബർമസല്ലിയായിരുന്നു, രാത്രിയും ബർമസല്ലി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് റിസപ്ഷനിൽ ചെന്ന് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ ഫോട്ടോസ് എടുക്കാൻ ആദ്യമേ കല്യാണ സമയത്ത് എടുത്തില്ലായിരുന്നു. പിന്നീട് പോയി നിന്ന് തിരക്കൊക്കെ ഒഴിഞ്ഞപ്പം വിളിച്ചു, അങ്ങനെ പോയി നിന്നു എടുത്തു. പിന്നെ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തും. താങ്ക് യു.